ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിഗ്രി ഹെൽപ്പറിലോട്ട് സ്വാഗതം. തേർഡ് സെമിസ്റ്ററിലെ BA ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ടറി എക്കണോമിക്സ് 2-ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊഡ്യൂൾ 2-ൻ്റെ ഷോർട്ട് നോട്ട്സും 2 മാർക്കിനുള്ളതും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ടുള്ള ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേ ഏതാണെന്ന് നോക്കാം. അതായത് മൊഡ്യൂൾ 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേ ഏതാണെന്ന് നോക്കാം. മൊഡ്യൂൾ 2 ആയിട്ടുള്ള പൊതുധനകാര്യവും ധനനയങ്ങളും അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് ആൻഡ് ഫിസിക്കൽ പോളിസീസ് എന്ന ചാപ്റ്ററിൽ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്നത്, അല്ലെങ്കിൽ പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നത്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവുകൾ പ്രതിപാദിക്കുന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം എന്നതുകൊണ്ട് പറയുന്നത്. അതായത് ഇവിടെ പൊതു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നത് പൊതു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റും മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയുടെ, അതായത് പൊതു ആയിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്നിവയുടെ പ്രധാനപ്പെട്ട വരവ് ചെലവുകളൊക്കെ തന്നെയും കണക്കുകളൊക്കെ തന്നെയും ഉൾപ്പെടുന്നതാണ് പൊതുധനകാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? ഇനി ഈ പൊതുധനകാര്യത്തിൽ എന്താണ്, ധനസംബന്ധിയായ എല്ലാ നയങ്ങളും, അതായത് നികുതി ഘടന, പൊതുകടം, ബജറ്റ്, കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പഠനവിധേയമാക്കുന്നതാണ് ഈ പബ്ലിക് ഫിനാൻസ് അല്ലെങ്കിൽ പൊതുധനകാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുധനകാര്യം എന്നാൽ സർക്കാരിൻ്റെ നയം, പ്രത്യേകമായിട്ടുള്ള സർക്കാരിൻ്റെ നികുതി, അതുപോലെ തന്നെ വരുമാനം, പൊതുകടം, ബജറ്റ് എന്നിവയൊക്കെ തന്നെയും പഠനവിധേയമാക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പഠനശാഖയാണ് പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിലെല്ലാം പെടും. അതായത് പൊതു എന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ എല്ലാം ഉൾപ്പെടുന്നതാണ് പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അതിൽ പ്രധാനമായിട്ടും വ്യത്യസ്ത തരത്തിലുള്ള നിർവചനങ്ങൾ നമുക്ക് പൊതുധനകാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഡോക്ടർ മാർക്കോ, അതുപോലെ തന്നെ ഫിലിപ്പ് ടൈലർ എന്നിവരെ പോലുള്ള സാമ്പത്തിക വിദഗ്ധന്മാർ നൽകിയ നിർവചനങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഡോക്ടർ മാർക്കോ പറയുന്നത് കൂട്ടായ ആവശ്യകതകളെ സംതൃപ്തമാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രത്തിൻ്റെ ഉൽപ്പാദന പ്രവർത്തനങ്ങളെ പൊതുധനകാര്യ സാമ്പത്തിക ശാസ്ത്രം പഠനവിധേയമാക്കും. അതായത് ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലുള്ള വരവ് ചെലവ് കണക്കുകളെ കുറിച്ചുള്ള ഒരു പഠനശാസ്ത്ര ശാഖയാണ് പൊതുധനകാര്യം അല്ലെങ്കിൽ പബ്ലിക് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്താണ് പൊതുധനകാര്യം എന്ന് നോക്കി. ഇനി നമുക്ക് പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ എത്രത്തോളം ഉപയോഗപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുധനകാര്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത്, ഒന്ന് ഉയർന്ന സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഹയർ എക്കണോമിക് ഗ്രോത്ത്, രണ്ടാമത്തത് വിലസ്ഥിരത അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി, മൂന്നാമത്തത് എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ സ്ഥിരത, അല്ലേ? സാമ്പത്തിക സ്ഥിരത, നാലാമത്തത് തുല്യമായ വിതരണം അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്നിവയൊക്കെയാണ് പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു പോവാം. പബ്ലിക് ഫിനാൻസ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ്, അല്ലേ? സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് പബ്ലിക് ഫിനാൻസ്. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ അത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്, അല്ലേ? രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ പബ്ലിക് ഫിനാൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു സർക്കാർ എങ്ങനെ പണം സ്വരൂപിക്കുന്നു, ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു, സമ്പദ് വ്യവസ്ഥയിലും സമൂഹത്തിലും ഈ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക
മേഖലയാണ് പബ്ലിക് ഫിനാൻസ് അല്ലേ. വരവ് ചെലവ് കണക്കുകളാണ് ഒരു സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകളാണ് പൊതുധനകാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് സർക്കാരിന് പണം സ്വരൂപിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. പൊതുവരുമാനം നമ്മൾ പറഞ്ഞു, പൊതുകടം, ബജറ്റ്, ആ രീതികൾ അതൊക്കെ എന്തിലുൾപ്പെടും, പൊതുധനകാര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. പൊതുധനകാര്യം സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രധാനമായിട്ടും പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം ഏതൊക്കെ രീതികളിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി പൊതുധനത്തിൻ്റെ പ്രാധാന്യം ഏതൊക്കെ തലങ്ങളിലാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഉയർന്ന സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ ഹയർ എക്കണോമിക് ഗ്രോത്ത്. അതായത് ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിക്കാൻ പൊതുധനകാര്യം പ്രധാനമാണ് അല്ലേ. മൊത്തം ഉൽപ്പാദനത്തിലും മൊത്തത്തിലുള്ള പ്രധാനത്തിലും വർധനവ് വരുത്താൻ സർക്കാർ ധനപരമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് നികുതികൾ, പൊതുകടം, പൊതുചെലവ് എന്നിവയാണ് ഉപകരണങ്ങൾ അല്ലേ. അതായത് ഫിസ്ക്കൽ പോളിസി, നമ്മൾ പറഞ്ഞു ഫിസ്ക്കൽ പോളിസി. അപ്പോൾ ഉയർന്ന സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നികുതികളും പൊതുകടവും പൊതുചെലവ് എന്നിവയൊക്കെ തന്നെയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അത് മൊത്തം ഉൽപ്പാദനത്തിലും മൊത്തത്തിലുള്ള പ്രധാനത്തിലും വർധനവ് വരുത്താനാണ് ഇത്തരത്തിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഉയർന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ വിലസ്ഥിരത അല്ലെങ്കിൽ പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വിലസ്ഥിരത, ഉയർന്ന സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവ ഉറപ്പാക്കാൻ പബ്ലിക് ഫിനാൻസിൻ്റെ ഉപകരണങ്ങൾ നിർണായകമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു വിലസ്ഥിരത, ഉയർന്ന സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ എന്നിവയൊക്കെ സാമ്പത്തിക മാന്ദ്യ കാലഘട്ടത്തിലൊക്കെ ഉയർത്താൻ നമ്മൾ സാമ്പത്തിക നയം ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് എന്ത്, ഈ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇത് സാമ്പത്തിക പ്രതിസന്ധിയെയും അതുപോലെ തന്നെ വിലയിലെ ഏറ്റക്കുറച്ചിലുകളെയും ഫലപ്രദമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പണപ്പെരുപ്പത്തിൽ നിന്നും പണച്ചുരുക്കത്തിൽ നിന്നും കരകയറാനും പൊതുധനകാര്യം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പണപ്പെരുപ്പം ആയാലും പ്രശ്നമാണ്, പണപ്പെരുപ്പം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അത് രണ്ടും നല്ല രീതിയിൽ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് പൊതുധനകാര്യം ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ്, വിലസ്ഥിരതയിലൂടെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പൊതുചെലവ് അല്ലെ, പണപ്പെരുപ്പ സമയത്ത് സർക്കാർ നേരിട്ടിട്ടുള്ള നികുതി വർദ്ധിപ്പിക്കുകയും പൊതുചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് ആഭ്യന്തര പൊതുകടം ശേഖരിക്കുകയും നിക്ഷേപത്തിനായി സമാഹരിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്, അത് നിയന്ത്രിച്ച് കൊണ്ടുപോകുക അല്ലെ. വിലസ്ഥിരതയിലൂടെ പണപ്പെരുപ്പത്തെയും പണച്ചുരുക്കത്തെയും നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതായത് അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, സർക്കാർ നികുതി നിരക്ക് കുറയ്ക്കുകയും പൊതുചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എന്താവും, സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് വഴി ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് വിലസ്ഥിരത എന്ന് നോക്കി. ഇനി സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റെബിലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ സർക്കാർ ധനപരമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. അഭിവൃദ്ധി സമയത്ത് സർക്കാർ കൂടുതൽ നികുതി ചുമത്തുകയും ആഭ്യന്തര പൊതുകടം ഉയർത്തുകയും ചെയ്യുന്നു. വിദേശ കടം തിരിച്ചടയ്ക്കാൻ ഈ തുക ഉപയോഗിക്കുന്നു. ഇവിടെ ആഭ്യന്തര ചെലവുകൾ കുറയുന്നു. മാന്ദ്യകാലത്ത് കേസ് പഴയപടിയാകുന്നു. അതായത് പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഫിസ്ക്കൽ പോളിസി, അതായത് ഏതൊരു കാര്യവും വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഫിസ്ക്കൽ പോളിസി വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അതായത് നമ്മൾ പറഞ്ഞു ഈ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്താണ് കൂടുതൽ നികുതി ചുമത്തുകയും ആഭ്യന്തര പൊതുകടം ഉയർത്തുകയും ചെയ്യുന്നത് വഴി വിദേശ കടം തിരിച്ചടയ്ക്കാൻ ഈ തുക ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താവും, അവിടെ പൊതുചെലവ് വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നതിനും കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ പൊതുധനകാര്യത്തിലൂടെ കഴിയുന്നുണ്ട്. നാലാമത്തെ പോയിന്റാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തുല്യമായ വിതരണം. അതായത് ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നതിന് പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നമ്മൾ പറഞ്ഞു പ്രാദേശിക അസമത്വം കുറയ്ക്കുക, അതാണ് അവിടെ, അതായത് തുല്യമായ വിതരണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ വരുമാനവും ചെലവും
ഉപയോഗിക്കുന്നുണ്ട്. ഉയർന്ന അസമത്വം ഉണ്ടെങ്കിൽ അത് സമ്പന്നരുടെ വരുമാനം, ലാഭം, സ്വത്ത് എന്നിവയ്ക്കും അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും കൂടുതൽ നികുതി ചുമത്തുന്നു. ശേഖരിക്കുന്ന പണം സബ്സിഡികൾ, അലവൻസ്, മറ്റു തരത്തിലുള്ള പ്രത്യക്ഷ പരോക്ഷ ആനുകൂല്യങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവയിലൂടെ പാവപ്പെട്ടവരുടെ പ്രയോജനത്തിനായി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിസ്ക്കൽ പോളിസിയിൽ അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. അസമത്വം കുറയ്ക്കുക, പ്രാദേശിക അസമത്വം കുറയ്ക്കുന്നതിലൂടെ പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഹയർ എക്കണോമിക് ഗ്രോത്ത്, ഉയർന്ന സാമ്പത്തിക വളർച്ച, അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലിറ്റി, വിലസ്ഥിരത, അതുപോലെ തന്നെ എക്കണോമിക് സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിരത, പിന്നെ അതുപോലെ തന്നെ തുല്യമായ വിതരണം അല്ലെങ്കിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നത് നോക്കി. ഇനി നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റാണ് പ്രോപ്പർ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ വിഭവങ്ങളുടെ ശരിയായ വിഹിതം എന്ന് പറയുന്നത്. അത് ഏത് രീതിയിലാണെന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യനിർമ്മിത വസ്തുക്കൾ, മാനവ വിഭവശേഷി എന്നിവ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിൽ പൊതുധനകാര്യം നിർണായക പങ്കുവഹിക്കുന്നു. അഭികാമ്യമല്ലാത്ത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിലും വിൽപ്പനയിലും സർക്കാർ കൂടുതൽ നികുതി ചുമത്തുകയും അതുവഴി അവയുടെ ഉൽപ്പാദനവും ഉപഭോഗവും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നു. അവശ്യ വസ്തുക്കളും സേവനങ്ങളും പോലുള്ള അഭിലഷണീയമായ വസ്തുക്കൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു, അല്ലെങ്കിൽ നിസ്സാരമായ നികുതി ചുമത്തുന്നു. അതുവഴി അവയുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് വിഭവങ്ങൾ എല്ലാവർക്കും തുല്യ രീതിയിൽ ലഭിക്കണം. അതായത് തുല്യ രീതിയിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്താണ് സബ്സിഡികളും അതുപോലെ തന്നെ നിസ്സാരമായിട്ടുള്ള നികുതി ചുമത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ഇന്ധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ LPG ഗ്യാസൊക്കെ എടുക്കുമ്പോൾ അതിന് സബ്സിഡി വരാറില്ലേ, അല്ലെങ്കിൽ ഒരു നികുതി ചെറിയ രീതിയിലുള്ള ഫീസുകൾ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ വിഭവങ്ങൾ ശരിയായ രീതിയിൽ അത് വിഹിതം ചെയ്യണം അല്ലേ, എല്ലാവർക്കും എത്തുന്ന രീതിയിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, ആറാമത്തെ പോയിന്റാണ് ബാലൻസ്ഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സമതുലിതമായ വികസനം. എന്താണ് സമതുലിതമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നഗര, ഗ്രാമ, കാർഷിക, വ്യാവസായിക മേഖലകൾ തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ സർക്കാർ വരുമാനവും ചെലവും ഉപയോഗിക്കുന്നു അല്ലേ. അതായത് നഗര, ഗ്രാമ, കാർഷിക, വ്യാവസായിക മേഖലകൾ തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ സർക്കാർ വരുമാനവും ചെലവും ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാദേശിക അസമത്വം കുറയ്ക്കണം അല്ലേ. ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വികസന പദ്ധതികൾക്കും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾക്കും ഗ്രാമീണ ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കുന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനുമായി സർക്കാർ ബജറ്റിൽ മതിയായ ഫണ്ട് അനുവദിക്കുന്നു. നമ്മളവിടെ പറഞ്ഞു എങ്ങനെയാണ് എല്ലാ രീതിയിലും അല്ലേ, എല്ലാവർക്കും വിഭവങ്ങളുടെ എന്താണ് പ്രധാനം, എല്ലാ രീതികൾക്കും ശരിയായ രീതിയിൽ അത് എല്ലാ വിഹിതവും എത്തണം അല്ലേ. അപ്പോൾ ആ രീതിയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ തന്നെയും രൂപീകരിക്കേണ്ടതുണ്ട്. അത് സർക്കാർ ബജറ്റിൽ നിന്നിട്ടാണ് ആ ഫണ്ട് അനുവദിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ലോണുകൾ, അതുപോലെ തന്നെ സബ്സിഡികൾ, പിന്നെന്താണ് നമ്മൾ പറയില്ലേ ഇങ്ങനെ കാർഷിക വായ്പകൾ ഇതൊക്കെ കൊടുക്കില്ലേ, അതൊക്കെയാണ് സമതുലിതമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്താണ് അവിടെയുള്ള അന്തരം കുറയ്ക്കുക, നഗരം, ഗ്രാമം, കാർഷികം, വ്യവസായം എന്നിവയുടെ അന്തരം കുറച്ചു കൊണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളിലൂടെ എല്ലാവർക്കും വിഹിതം പ്രാധാന്യം ചെയ്യുന്നതാണ് സമതുലിതമായ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നഗരങ്ങളിൽ വികസനം ഉണ്ടായതുകൊണ്ട് മാത്രം ആ ഒരു രാജ്യത്തിൻ്റെ വികസനമായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം എല്ലാ രീതിയിലും നഗരത്തിലായാലും ഗ്രാമത്തിലായാലും കാർഷിക രീതിയിലായാലും വ്യാവസായിക രംഗത്തും എല്ലാ രീതിയിലും വികസനം രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ ഈ ബജറ്റിൽ നിന്നുള്ള മതിയായ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിനു വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കാറുള്ളത്. ഇനി ഏഴാമത്തെ പോയിന്റ്, കയറ്റുമതി പ്രോത്സാഹനം അല്ലെങ്കിൽ എൻകറേജ് എക്സ്പോർട്സ്. അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കയറ്റുമതിക്ക് കുറഞ്ഞ നികുതി ചുമത്തുകയോ നികുതി രൂപത്തിൽ നിന്ന് ഒഴിവാക്കുകയോ കയറ്റുമതി അധിഷ്ഠിത വസ്തുക്കൾക്ക് സബ്സിഡി നൽകുകയോ ചെയ്യുന്നത് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് സബ്സിഡി നിരക്കിൽ ഇൻപുട്ടുകൾ നൽകിയേക്കാം. ഇത് ഇറക്കുമതിക്കും മറ്റും കൂടുതൽ നികുതി ചുമത്തുന്നു. നമുക്കറിയാം കയറ്റുമതിക്കും ഇറക്കുമതിക്കും നികുതി കൊടുക്കാറുണ്ട് അല്ലേ, ടോൾ പിരിവൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം അങ്ങനെ നികുതി കൊടുക്കാറുണ്ട്. അതുവഴിയും പൊതുധനകാര്യം രൂപീകരിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
പോയിന്റ് അടിസ്ഥാന സൗകര്യ വികസനം അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളുടെ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ, സ്കൂളുകൾ, കോളേജുകൾ, ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനായി ഗവൺമെൻറ് വരുമാനം ശേഖരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നു. ശരിയായ സാമ്പത്തിക വികസനം സമാധാനം, നീതി, ക്ഷേമം, സുരക്ഷ എന്നിവ ഉറപ്പാക്കും. അതിന് സാമ്പത്തിക പരിഷ്കരണവും വികസനവും കൊണ്ടുവരണം. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പൊതുവരുമാനവും ചെലവും ധനപരമായ ഉപകരണങ്ങൾക്കായി ഉപയോഗിക്കുന്നു. മനസ്സിലായോ? അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിലുള്ള വികസനമാണ്. അതെങ്ങനെയാവാം? റോഡുകളും അതുപോലെ തന്നെ കെട്ടിടങ്ങൾ, ആശുപത്രികൾ, അങ്ങനെയുള്ള പൊതു സ്ഥാപനങ്ങൾ അല്ലേ? ആ പൊതുസ്ഥാപനങ്ങളുടെ വികസനം ആ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിർമ്മാണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് വരുമാനം വേണം അല്ലേ? അപ്പോൾ ആ വരുമാനം ഗവൺമെൻറ് ഇതിനൊക്കെയായിട്ട് വരുമാനം ശേഖരിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൂടെ സാമ്പത്തിക വികസനവും സമാധാനവും നീതിയും ക്ഷേമവും ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് സാമ്പത്തിക പരിഷ്കരണവും വികസനവും കൊണ്ടുവരണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വികസന പദ്ധതികൾ രൂപീകരിക്കുന്നതിനായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഫണ്ടുകൾ ഉപയോഗിക്കണം അല്ലേ? അത് ഏതിൽ ഉൾക്കൊള്ളണം? നമ്മുടെ രാജ്യത്തിന് ദോഷം വരാത്ത രീതിയിൽ, ദേശീയ വരുമാനത്തിൽ ദോഷം വരാത്ത രീതിയിൽ, സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ വേണം ഇത്രയും കാര്യങ്ങളെ എന്ത് ചെയ്യാൻ, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട നടപടികൾ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും തുല്യമായിട്ടും അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അത് ഉപയോഗപ്പെടുത്തണം അല്ലേ? അതായത് വരവ് ചെലവ് കണക്കുകൾ എന്ന് പറയുമ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം അല്ലേ? സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. അപ്പോൾ പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം തൊട്ട് പറഞ്ഞത് ഒന്നാമത്തത് സാമ്പത്തിക വളർച്ച അല്ലേ? പിന്നെ വിലസ്ഥിരത. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള പ്രോത്സാഹനം. പിന്നെന്താണ്? സമതുലിതമായ വികസനം. പിന്നെന്താണ് നമ്മൾ പറഞ്ഞത്? പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങളുടെ ശരിയായ രീതിയിലുള്ള വിഹിതം, തുല്യമായ വിതരണം, സാമ്പത്തിക സ്ഥിരത. ഇതൊക്കെയാണ് എന്താണ് നമ്മുടെ പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഫിനാൻസ് എന്ന ഭാഗത്തിൽ നമ്മൾ പഠിക്കാനുള്ളത്. നമുക്ക് ഈസിയാണ്. നമുക്ക് അതിൻ്റെ ഹെഡിങ് വൈസ് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാനായിട്ട് പറ്റും. നമ്മൾ നമ്മുടേതായ രീതിക്കൊന്ന് ആലോചിച്ചാൽ എല്ലാ പോയിന്റും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുധനകാര്യത്തിൻ്റെ പ്രാധാന്യം എന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.